ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബ്ലൗസിന്റെ ഫ്രണ്ട് പാർട്ടാണ് കട്ടിങ് സ്റ്റിച്ചിങ് ചെയ്യുന്നത്. അതിന്റെ ടക്ക് എങ്ങനെയാണ് പിടിക്കുക എന്നുള്ളത്, അതുപോലെയുള്ള സൈഡ് എങ്ങനെയാണ് ബാൻഡ് കട്ട് ചെയ്യേണ്ടത്, ബാൻഡിന്റെ അളവ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ടിപ്സ് ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. ടക്സ് എങ്ങനെ പിടിക്കേണ്ടത്, ടക്സിന്റെ അകലം എങ്ങനെ എടുക്കേണ്ടത്, ബെസ്റ്റ് പോയിന്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഫ്രണ്ട് ടക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, സൈഡ് ടക്ക് എങ്ങനെയാണ് എടുക്കേണ്ടത്, മെയിൻ ടക്ക് എങ്ങനെ എടുക്കേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് ഐഡിയാസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതിനെ കുറിച്ചുള്ള ഒരുപാട് ടിപ്സുകൾ ഇതിനകത്ത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ എല്ലാ ആളുകൾക്കും യൂസ്ഫുൾ ആയ ടിപ്സുകളാണ് ഇതൊക്കെയും. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഒപ്പം തന്നെ ഒരു കുഞ്ഞൊരു ലൈക്ക് തരാട്ടോ. പിന്നെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാണെങ്കിൽ ഒരു കമന്റ് ചെയ്യാൻ മറക്കരുത്, ഉറപ്പായിട്ടും കമന്റ് ചെയ്യാട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബാക്ക് പാർട്ടിന്റെ ആണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ടാണ് നമ്മളിത് ബാക്ക് പാർട്ട് വരച്ചിരിക്കുന്നത് കേട്ടോ. മനസ്സിലായിട്ടുണ്ടായിരിക്കും. തൊട്ട് മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം. ബോഡിയിൽ നിന്ന് അളവെടുത്തിട്ട് അതെങ്ങനെയാണ് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട അളവുകൾ, അതിനുശേഷം സീം അലവൻസ് ആഡ് ചെയ്യുന്നത്, അങ്ങനെ എങ്ങനെയാണെന്ന് വന്നുള്ളതെല്ലാം നമ്മളിതിൽ പറഞ്ഞിട്ടുണ്ട്. ബാക്ക് പാർട്ടിന്റെ കഴിഞ്ഞു, ഇനി ഫ്രണ്ട് പാർട്ടാണ്. അതിൽ ബാക്ക് പാർട്ട് വെച്ചിട്ടാണ് ഫ്രണ്ട് പാർട്ടിന് നമ്മൾ അളവെടുക്കാം. അതായത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇപ്പോൾ ന്യൂസ് പേപ്പറിലായ പാറ്റേൺ ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് ഇതിന്റെ ഭാഗത്ത് നിന്ന് കിട്ടാവുന്ന സൈഡിൽ നിന്ന് ഞാൻ എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത് വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എടുക്കേണ്ടത് ആ ഷോൾഡർ അടയാളപ്പെടുത്തണം. അതുപോലെ തന്നെ ഈ ഒരു സൈഡ് അടയാളപ്പെടുത്തുക. ഇവിടുന്ന് ഒരു ആംഫോൾ കുഴിച്ച് വരയ്ക്കുന്നില്ല, ഈ റിഗാൾ വരയ്ക്കുന്നതിന്റെ ഈ ഭാഗം അടയാളപ്പെടുത്താം. എന്നിട്ട് ഈ ഒരു പോയിന്റ്, ഈ ഭാഗം വരെ പോയിന്റ് അടയാളപ്പെടുത്താം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഷോൾഡർ, ഈ ആംഫോളിന്റെ ഭാഗം, ഈ ഒരു നെക്കിന്റെ ഭാഗം, ഈ ഒരു സൈഡ്, ഈ ഒരു സൈഡിന് ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഒന്ന് വരച്ചിടാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഭാഗത്തെ എടുത്ത് മാറ്റാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആം ഹോളിന്റെ കുറച്ച് ഭാഗം നമ്മൾ വരച്ചില്ലേ, അപ്പൊ അതിന് സ്ട്രെയിറ്റ് ആയിട്ട് അത് ആദ്യത്തെ വര വരച്ചു. ബാക്ക് പാർട്ടിന്റെ ആദ്യത്തെ ലെങ്ത്തിന്റെ ആ ഒരു ഇത് നമ്മൾ ഇവിടെ വരച്ചെടുക്കും. ഈ ഒരു ഭാഗത്ത് നിന്ന് വരച്ചു. ഈ ആംഹോൾ നമുക്ക് ഇതാണുള്ള ആംഹോൾ നമുക്ക് കിട്ടിയത് ബാക്ക് പാർട്ടിന്റെ, അപ്പൊ അത് നമ്മൾ വരച്ചു. അതിനുശേഷം ഫ്രണ്ടിലോട്ട് ആംഹോൾ കുഴിച്ച് കെട്ടേണ്ടതാണ്. അപ്പൊ അതിനായിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, താഴത്തെ ഭാഗത്തെ ലൈൻ, അതായത് ചെസ്റ്റിന്റെ അളവ് എടുത്തിട്ട് നല്ലൊരു ഭാഗം വരച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അപ്പൊ ആംഹോളിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പുറത്തോട്ട് ഒരു 3/4 ഇഞ്ച്, 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ പുറകിലോട്ട് നീക്കിയിട്ട് ഒന്ന് ചെരിച്ച് വരയ്ക്കാം. അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആ ചെരിച്ച് വരച്ച വരയെ അടിസ്ഥാനപ്പെടുത്തി അതിന്റെ സെന്റർ മാർക്ക് ചെയ്യുക. അതിനുശേഷം അതിന്റെ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമ്മൾ അതിനെ ഒന്ന് കുഴിച്ചു വെട്ടാം. അതായത് നമ്മൾ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ബാക്കിൽ വരച്ച അതേ രീതി തന്നെയാണ് ഇതിലും ചെയ്യാനുള്ളൂ. അതൊന്നുകൂടി കാണിച്ചു തരാം ഈ ഭാഗത്തിൽ എങ്ങനെ ചെയ്തേന്ന്. അപ്പൊ ഇതിലോട്ട് ഒരു 1/2 ഇഞ്ച് 3/4 ഇഞ്ച് വരെ നമുക്ക് ഇങ്ങോട്ട് ബാക്കിലോട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് ഇവിടെ നിന്ന് ചെരിച്ച് ഇങ്ങോട്ട് വരച്ചു, ഈ ഒരു ലൈനിലേക്ക് ചെരിച്ച് വരച്ചു. ഇങ്ങോട്ട് നീട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പൊ തിരിച്ചു വരച്ചു. ഫ്രണ്ടിലോട്ട് ആംഹോള് കുഴിച്ചു വെട്ടാൻ വേണ്ടിയിട്ടാണ്. ഫ്രണ്ട് പാർട്ട് എപ്പോഴും നമുക്ക് ഒതുങ്ങി നിൽക്കുന്ന ഭാഗമായതുകൊണ്ടാണ് നമ്മളിത് കുഴിച്ചു വെട്ടുന്നത്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് ഒരുപാട് ചുളുക്കുകൾ വരും. ബാക്ക് ഭാഗം വിരിവുണ്ട്, ഫ്രണ്ട് പാർട്ട് എല്ലാവർക്കും ഒരു ചെറുതായിട്ട് ഒന്ന് ഒതുങ്ങിയ ഭാഗമാണ്. അപ്പൊ അതിനാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് ബാക്കിലോട്ടേക്ക് നമ്മൾ 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ സൈഡിൽ ഒന്നുകൂടി പുറകിലേക്ക് എടുത്തിട്ട് വരച്ചിട്ട് അതിന്റെ സെന്റർ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമുക്ക് ആംഹോള് വരച്ചെടുക്കുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റിന്റെ നേരത്തെ നമ്മൾ ബാക്കിന്റെ ഇതിങ്ങനെ വെച്ചിട്ട് അതിന്റെ സെന്റർ കണക്കാക്കി ചെയ്തു. ഇത് ഫ്രണ്ടിലും അതുപോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് അതിന്റെ കറക്റ്റ് സെന്റർ കണക്കാക്കിയിട്ട് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. എന്നിട്ട് ഈ ഒരു പോയിന്റ് വരച്ച ശേഷം നമ്മൾ ഈ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഇതേപോലെ തന്നെ വെച്ച് വരച്ചു. ഈ ലൈനിലേക്ക് ജസ്റ്റ് ഒന്ന് തൊട്ട് നിൽക്കുന്ന രീതിയിൽ ഈ ഒരു നമ്മുടെ ഈ സെന്റർ പോയിന്റ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ആ ഒരു സെന്റർ പോയിന്റ് ആ പോയിന്റിലേക്ക് കണക്ട് ചെയ്ത് നിൽക്കണം. നമ്മുടെ ഈ ഒരു വരയിലേക്ക് ലൈൻ ടച്ച് ചെയ്ത് നിൽക്കണം. അപ്പൊ ആ രീതിയിൽ വരച്ചിട്ട് ജസ്റ്റ് കേട്ടോ, ജസ്റ്റ് ഇവിടം വരെ വരച്ചു. അതാണ് നമ്മുടെ ആംഹോൾ കുഴിച്ചു വെട്ടിയത്, ഫ്രണ്ട് ആംഹോൾ കുഴിച്ചു വെട്ടിയത് കേട്ടോ, ഇവിടെ തൊട്ട് ഇവിടം വരെ. അതിനുശേഷം നമുക്ക് ഇവിടെ നമ്മൾ ഫ്രണ്ടില് ഇവിടേക്ക് നമുക്ക് ഷോൾഡർ ഉണ്ടായിരുന്നല്ലോ, ആ ഷോൾഡറിന്റെ ഭാഗം നമ്മൾ നീട്ടി വരച്ചു വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഷോൾഡറിന്റെ ലൈനാണ്. അവിടെ നിന്ന് നമ്മൾ ഫ്രണ്ടിലത്തെ നെക്ക് ലൈൻ എത്രയാണോ ഫ്രണ്ടിലേക്ക് നമ്മൾ ഇറക്കി എടുത്തിട്ടുണ്ടായിരുന്നത്, നെക്കിന്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് 6 ഇഞ്ച് എടുത്തിരിക്കുന്നത്. അപ്പൊ ആ 6 ഇഞ്ച് തന്നെ നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ ജസ്റ്റ് വരച്ചിട്ട് ഒരു സ്ക്വയർ ബോക്സ് വരച്ചിട്ട് നമ്മുടെ വൈഡ് എത്രയാണോ അതിനേക്കാളും ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് കുറച്ചിട്ട് സ്ക്വയർ ബോക്സ് വരയ്ക്കുന്നതിന് ശേഷം നമ്മൾ റൗണ്ട് ചെയ്തിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിലേക്ക് കണക്ട് ചെയ്ത് വരച്ചു. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഷേപ്പ് ഇട്ട് വരച്ചു. പിന്നെ നമ്മൾ ചെയ്യാന്ന് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു റൈറ്റിലോട്ട് ചേർന്നിട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു തരണം. സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളൊരു ലൈൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു പാറ്റേൺ ബാക്കിന്റെ വരച്ചു കഴിഞ്ഞ ശേഷം നമ്മളിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിത് നേരെയായിട്ട് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് നമുക്ക് വേറെ രീതിക്ക് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ബസ് സൈസിന്റെ അളവ് അല്ലാണ്ട് കൂടുതലുള്ളവർക്ക് തുണി ഭയങ്കര നമുക്ക് ഏത് ഡ്രസ്സ് ഇടുമ്പോൾ ഫ്രണ്ട് ഭയങ്കര ടൈറ്റ് ഫിറ്റ് തോന്നുന്നവർക്ക് മാത്രം നമ്മൾ ഈ ഫ്രണ്ടിന്റെ ബാക്കിന്റെ പാർട്ട് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ക്രോസ് ഇട്ട ശേഷം
ഇങ്ങനെ നമ്മുടെ പാറ്റേണിനെ നമ്മൾ ഒന്ന് ക്രോസ് ഇട്ട ശേഷം നമ്മൾ വരച്ചെടുക്കുകയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടിയും ഭംഗി കൂടും. അങ്ങനെയുള്ളവർക്ക് ടൈറ്റ് ഫിറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അത് അത്ര ടൈറ്റ് ഫീൽ ചെയ്യില്ല. കാരണം നമ്മൾ ഇങ്ങനെ ക്രോസ് ഇടുമ്പോൾ തുണിക്ക് ചെറുതായിട്ടൊരു അയച്ചിൽ വലിവ് ഇങ്ങനെ വരും. അപ്പോൾ അത് അങ്ങനെ വലിവ് വരുമ്പോൾ അങ്ങനെ ടൈറ്റ് ഉള്ളവർക്ക് അങ്ങനത്തെ ബ്ലൗസ് നല്ല പെർഫെക്റ്റ് ഫിറ്റിൽ തന്നെ കിട്ടുകയും ചെയ്യും. ഭയങ്കരമായിട്ട് ടൈറ്റ് വരത്തില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് മാത്രം കേട്ടോ, ഭയങ്കരമായിട്ട് വണ്ണമുള്ളവർ മാത്രം ചെയ്താൽ മതി. അല്ലാത്തൊരു നോർമലി ഉള്ളവർക്കൊക്കെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ എടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ എടുത്താലും നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു ഇതൊക്കെ നമുക്ക് കിട്ടുന്നതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെസ്റ്റ് പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യണതാണ് കേട്ടോ. അത് നമ്മൾക്ക് ഇതിനകത്ത് നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു, ബോഡിയിൽ നിന്ന് അളവ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വെസ്റ്റ് പോയിന്റ് എടുത്തിട്ടുള്ളത് ഷോൾഡർ ടു ബസ്റ്റ് പോയിന്റ് എടുത്തിരിക്കുന്നത് 9.5 അതിന്റെ കൂടെ മുകളിൽ നമുക്ക് 1/4 ഇഞ്ച് ഒരു പോയിന്റ് മുകളിൽ തയ്യൽ തുമ്പ് പിടിക്കും കേട്ടോ. ഓക്കെ, 1/4 ഇഞ്ച് ഒരു പോയിന്റ് മുകളിൽ തയ്യൽ തുമ്പ് പിടിക്കും. അങ്ങനെ നമ്മൾ 9.5 നമ്മൾ എടുത്തിരിക്കുന്നത് കണ്ടോ. 1/4 ഇഞ്ച് ഒരു പോയിന്റ് എടുത്തതിന് ശേഷം നമ്മൾ ആ 9.5 പോയിന്റിൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഇതിന്റെ ആ ബസ്റ്റ് പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തി 9.5. 1/4 ഇഞ്ച് ഒരു പോയിന്റ് മുകളിൽ പിടുത്തം വെച്ചിട്ടുണ്ട്, അത് മറക്കരുത്. 1/4 ഇഞ്ച് ഒരു പോയിന്റ് പിടുത്തം വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബസ്റ്റ് പോയിന്റ് 9.5 ആയിരുന്നു, അപ്പോൾ 9.5 അടയാളപ്പെടുത്തി. അതിനുശേഷം ജസ്റ്റ് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ബസ്റ്റ് ടു ബസ്റ്റ് ആ ഒരു അളവ്, നിപ്പിൾ ടു നിപ്പിൾ പോയിന്റ് വരെയുള്ള അളവ് അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ വഴിയായിട്ട് ചെയ്യാം കേട്ടോ. ചെസ്റ്റിന്റെ ഡിവൈഡ് ബൈ 10 എത്രയാണോ അതാണ് നമുക്ക് ഇവിടെ നിന്നുള്ള നിപ്പിൾ ടു നിപ്പിൾ അകലായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അത് എടുക്കുമ്പോൾ ഇവിടെ ഒരു ഫ്രണ്ടിലെ പടി, അതായത് ഹുക്കിന്റെയും ഹോളിന്റെയും പടി വെക്കാനായിട്ട് ഇവിടെ ഒരു 1/4 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് പോവും. അത് മാറ്റിയിട്ടിട്ട് വേണം നമുക്ക് ഇവിടെ നിന്നുള്ളത് നിപ്പിൾ ടു നിപ്പിൾ പോയിന്റ് എടുക്കാനായിട്ട്. ഓക്കെ, ആ 1/4 ഇഞ്ച് നമ്മളിവിടെ തയ്ക്കാനുള്ള പോയിന്റ് വിട്ട ശേഷം വേണം നമ്മൾ എടുക്കാനായിട്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഈ ബ്ലൗസിന് ചെസ്റ്റിന്റെ അളവ് വന്നപ്പോൾ 33.5 വന്നിട്ടുള്ളത്. 33.5 എന്ന് പറയുമ്പോൾ അതിന്റെ ഡിവൈഡ് ബൈ 10 വരുമ്പോൾ എത്രയാണോ അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, 33.5. അപ്പൊ അങ്ങനെയാണ് നമ്മളിത് ഡിവൈഡ് ബൈ 10 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 3.3 എന്നത് അങ്ങനെ വരുന്നത് 3.3 അല്ലെങ്കിൽ 3.4 ആണ് വരുന്നത് കേട്ടോ. നമുക്കത് ചെയ്യുമ്പോൾ വരിക. അപ്പോൾ നമുക്ക് 3.5 വന്നിട്ടുള്ളത്. പ്ലസ് നമുക്ക് ഇവിടെ ഒരു 1/4 ഇഞ്ച് നമുക്ക് ഇവിടെ പടി പിടിക്കാനായിട്ട്, അപ്പോൾ നമുക്ക് 3.25 വരും. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടം വരെ നമുക്ക് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള ബസ് പോയിന്റ് 3.25 വരും കേട്ടോ. ഈ ബസ് പോയിന്റിൽ നിന്ന് ഇവിടേക്ക് സൈഡിലോട്ട് 3.25 അളവ് വരും. ഓക്കെ, ആ അളവാണ് ഇത് ഇവിടെ എടുത്തിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഈ 3.25 ഇവിടെ തൊട്ട് ഇവിടം വരെ സൈഡിലോട്ട്, എന്നിട്ട് ആ ലൈൻ വരച്ചിട്ട് ജസ്റ്റ് നീളിനെ വരച്ചിട്ടിട്ട് അതിൽ നിന്ന് 1 ഇഞ്ച് പുറകിലോട്ട് നീക്കണം. അതെന്തിനാന്ന് വെച്ചാൽ ഫ്രണ്ട് ടക്ക് അടയാളപ്പെടുത്താനാണ് കേട്ടോ. ആ ബസ് ലൈനിന്റെ ആ പോയിന്റിൽ തന്നെ 1 ഇഞ്ച് നീക്കിയിട്ട് വേണം നമുക്ക് ഫ്രണ്ട് ടക്കായിട്ട് എടുക്കാനായിട്ട്. അപ്പൊ ഈ ഒരു ഇഞ്ച് നീക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് ഒരു ജസ്റ്റ് ഇങ്ങനെ അടയാളപ്പെടുത്തി. അതിനുശേഷം നമ്മൾ അപ്പുറം 1/4 ഇഞ്ച് വെച്ചിട്ട് നമ്മൾ ഇവിടെ നമുക്ക് ഷേപ്പ് ടക്ക് പിടിക്കാനായിട്ട് എടുക്കുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഇനി ഇവിടെ നിന്ന് ബസ് പോയിന്റ് താഴത്തേക്ക് മെയിൻ ടക്കിന്റെ ലെങ്ത് അതെങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷോൾഡർ തൊട്ട് ബെൽറ്റ് വരെയുള്ള അളവ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ബെൽറ്റ് താഴെ ഭാഗത്ത് പട്ട പിടിപ്പിക്കുന്ന ഒരളവ് വരെ ഉണ്ടല്ലോ, അത് നമ്മൾ ഷോൾഡർ തൊട്ട് ബെൽറ്റ് വരെ അളവ് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കത് 12 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 12 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഈ 12 ഇഞ്ച് നമുക്ക് ശരിക്കുള്ള അളവാണ്. അതിനോട് കൂടി തയ്യൽ തുമ്പുകൾ എക്സ്ട്രാ ആഡ് ചെയ്യണം. മുകളിൽ നമുക്ക് ബസ് പോയിന്റിന് മുകളിലേക്ക് അവിടെ എത്തണമെങ്കിൽ മുകളിൽ ഷോൾഡർ പിടുത്തം വരില്ല. അത് 1/4 ഇഞ്ച് ഒരു പോയിന്റ് പിടുത്തം മുകൾ ഭാഗത്ത് വരും. താഴെ ഭാഗത്ത് ഒരു 1/4 ഇഞ്ച് ഒരു പോയിന്റ് തയ്യൽ തുമ്പ് വരും. അപ്പോൾ ഇവിടെയും 1/4 ഇഞ്ച് വരും, ഇവിടെ 1/4 ഇഞ്ച് ഒരു പോയിന്റും വ്യത്യാസം വരും. അപ്പോൾ ആ ഒരു അളവ് കാൽക്കുലേറ്റ് ചെയ്ത് വേണം നമ്മൾ ഈ ഒരു അളവെടുക്കാനായിട്ട്. അപ്പോൾ 1/4 ഇഞ്ച് ഒരു പോയിന്റ് നീക്കിയിട്ട് നമ്മുടെ ബസ് പോയിന്റ് 9.5. അതിനുശേഷം നമുക്ക് വന്നിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 12 നിന്ന് ഈ 9.5 കുറച്ച് ശരിക്ക് ടക്കിന്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് മെയിൻ ടക്കിന്റെ ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്നൊരു ഷോൾഡർ തൊട്ട് ബെൽറ്റ് വരെയുള്ള അളവ് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് 12 കിട്ടിയിരിക്കുന്നത് അല്ലേ. 12 നമുക്ക് ബസ് പോയിന്റ് 9.5 നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിന് ശേഷം ബാക്കി എത്രയുണ്ട് 12 വരെ ആവാനായിട്ട്. അപ്പോൾ 1, 2, 2.5 ഇഞ്ചാണ് നമുക്ക് മെയിൻ ടക്കിന്റെ ലെങ്ത് ആയിട്ട് വരിക. നമുക്ക് 2.5 ഇഞ്ച് ടക്കിന്റെ ലെങ്ത് വരുമ്പോൾ 1/4 ഇഞ്ച് താഴെ ഭാഗത്ത് പടി ബെൽറ്റുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ വേറെ പോകും. അപ്പോൾ 2.5 എന്നുള്ളത് 2.25 മാറും.
ഈ 9.5 തൊട്ട് 12 വരെയിലേന്ന് 1, 2, 2.5. അപ്പോൾ 2.5 മെയിൻ ടക്കിന്റെ ലെങ്ത് വരുന്നത്. ഈ 2.5 എന്നുള്ളത് താഴെ ഭാഗത്ത് നമ്മൾക്ക് എന്ത് വരും, ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് പോകും, പിടുത്തം വരും. അപ്പോൾ നമ്മളിപ്പോൾ 2.5 എടുത്തിട്ടാണ് കറക്റ്റ് ആ ഹൈറ്റ് ഇറക്കം ഇട്ടിട്ടുള്ളത്. നോക്കിക്കോളൂ, 9.5 കഴിഞ്ഞിട്ട് ഇവിടെ ഞങ്ങളുടെ ആ ഒരു 12 വരെയുള്ള ഒരളവ് കറക്റ്റ് ആക്കിയിട്ട് അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചു. ഈ ഒരു ടക്കിന്റെ അതായത് ബെൽറ്റിൽ പിടിപ്പിക്കുന്ന ഭാഗത്ത് ആ ഒരു അടയാളം നമ്മൾ നേരെ വരച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ലൈൻ വരച്ചിട്ടുണ്ട്, ഇങ്ങനെ വരച്ചിട്ടുണ്ട് കേട്ടോ. ബസ് പോയിന്റിന്റെ അവിടെയും നമ്മൾ അതുപോലെ തന്നെ ഒരു ലൈൻ വരച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ജസ്റ്റ് നേരെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പോയിന്റ്. അതിൽ നിന്നാണ് നമ്മൾ നിപ്പിൾ ടു നിപ്പിൾ പോയിന്റിൽ നിന്ന് ഫ്രണ്ട് ടക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തത്. ഇനി നമുക്ക് മെയിൻ ടക്കിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മൾ 2.5 എടുത്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ 2.5 എടുത്തിരിക്കുന്നത്. തയ്യൽ തുമ്പ് നമ്മൾ ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്തില്ല. നമുക്ക് വേണ്ടത് ഇങ്ങനെ സൈഡ് ചെരിച്ച് വരുമ്പോൾ നമുക്ക് 2.5 കിട്ടണം. 2.5 കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ ചെരിച്ച് നമ്മൾക്ക് തയ്യൽ തുമ്പ് അടക്കം 2.25 നമുക്ക് വരണം. ഈ ഭാഗമാണ് നമുക്ക് വരിക. തയ്ച്ചു പോകുമ്പോൾ ഈ സൈഡിൽ കൂടി നമുക്ക് തയ്ച്ചു പോവാം. അപ്പൊ നമുക്ക് ഇവിടെ 2.25 വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന മെയിൻ ടക്കിന്റെ അകലം കറക്റ്റ് ആണ് കേട്ടോ. ഈ ഒരു ലെങ്ത്തിൽ നമ്മൾ 4 ഇഞ്ച് കുറച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരളവ് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടക്കിന്റെ നമ്മുടെ ഈ ഇപ്പുറത്തോട്ടുള്ള വൈഡ് ഉണ്ടല്ലോ, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു ബസ് ലൈനെയും അതുപോലെ തന്നെ വേസ്റ്റ് ലൈനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. ഇതിൽ നിന്ന് അതായത് ബസ് ലൈനിൽ നിന്ന് വേസ്റ്റ് ലൈൻ കുറച്ച് കഴിയുമ്പോൾ എത്രയാണ് വരുന്നത് ആ ഒരു അളവാണ് നമ്മൾ ഇവിടെ ഈ ഒരു മെയിൻ ടക്കിന്റെ ടക്കായിട്ട് അപ്പുറത്തോട്ട് ഈക്വൽ ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇതിലിപ്പോ ഉദാഹരണത്തിന് ഇവിടെ ഒരു 10 ഇഞ്ചാണ് വരുന്നെങ്കിൽ ബസ് ലൈൻ വരുന്നത് ഇവിടെ 10 ഇഞ്ചാണ് വരുന്നത്, ഇവിടെ വേസ്റ്റ് ലൈൻ വരുന്നത് 8.5 ഇഞ്ചാണ് വരുന്നെങ്കിൽ ഓക്കെ, അതായത് 10 ഇഞ്ച് ഒരതിൽ വേസ്റ്റ് ലൈൻ 8.5 ഇഞ്ചാണ് വരുന്നത് വിചാരിക്കുക. അപ്പൊ ടോട്ടൽ നമുക്ക് 1.5 ഇഞ്ചാണ് ആകെ നമുക്ക് ഇവിടെ ടക്ക് പിടിക്കാനായിട്ട് കിട്ടുക. ഈ 1.5 ഇഞ്ചിനെ 2 സൈഡിലോട്ട് 3/4 വീതം എടുക്കാം. അപ്പോൾ 3/4 1.5 ഇഞ്ച് അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ ഈ ഒരു ബസ് ലൈനിന്റെ നമ്മുടെ എടുത്തിരിക്കുന്ന അളവ് എന്ന് പറയുന്നത് വെസ്റ്റ് പോയിന്റ് എടുത്തിരിക്കുന്ന ചെസ്റ്റ് എടുത്തിരിക്കുന്നത് 33.5, ബസ്റ്റ് വന്നിട്ടുള്ളത് 34. അപ്പൊ 34 ആണ് വന്നിട്ടുള്ളത്. അതിന്റെ 4ൽ ഒരു ഭാഗം എത്രയാണോ അത് കാൽക്കുലേറ്റ് ചെയ്യണം. 34 ഡിവൈഡഡ് ബൈ 4. അത് നമ്മൾക്ക് ടേപ്പിനെ വെച്ച് തന്നെ നമുക്ക് മടക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് 8.5 ആണ് വരുന്നത്. പിന്നെ നമുക്ക് ബോഡിയിൽ നിന്ന് എടുത്ത അളവാണ് നമുക്ക് ഈ പറഞ്ഞ 34. അപ്പൊ നമ്മൾക്ക് ലൂസ് കൂട്ടാനായിട്ട് നമ്മൾ 1/2 ഇഞ്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ 1/2 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 ആണ് വരിക. ഓക്കെ, 8.5 ആണ് നമുക്ക് ശരിക്കും 34 ഒരു ഭാഗം വരുന്നത്. പിന്നെ ബോഡിയിൽ നിന്ന് എടുത്ത അളവായതുകൊണ്ട് ആവശ്യത്തിനുള്ള ലൂസ് നമ്മൾ ഇടേണ്ടതുകൊണ്ട് നമ്മൾ 1/2 ഇഞ്ച് ലൂസ് കൊടുത്തു. അപ്പൊ നമുക്ക് 9 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് പ്രകാരം ബാക്കിൽ നമുക്ക് 8.5 ഇഞ്ച് ഇതിനകത്ത് വന്നിട്ടുണ്ട്. 8.5 പ്ലസ് 1/2 ഇഞ്ച് 9 ഇഞ്ച് നമുക്ക് ബാക്കിൽ വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ബാക്ക് പാർട്ടിൽ ഈ 9.5 ഇഞ്ച് ലെങ്ത് ബസ് ലൈനിന്റെ ആ ഒരു ലൈനിൽ ടോട്ടൽ റൗണ്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ബസ് പോയിന്റിന്റെ ബസ് ലൈൻ കാൽക്കുലേറ്റ് ചെയ്യണം. അത് ഇവിടെ നമുക്ക് മുകൾ ഭാഗത്ത് നമുക്ക് ഒരു 1/4 ഇഞ്ച് ഒരു പോയിന്റ് മാറ്റിയിട്ടിട്ട് ഷോൾഡർ പിടുത്തം അത് മാറ്റിയിട്ടിട്ട് ആ ഒരു ബസ് ലൈനിന്റെ ലൈൻ ഒന്ന് വരച്ചു. അപ്പൊ ഇവിടെ ഈ ഒരു വര വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ അളവ് ഒന്ന് എടുക്കേണ്ടതുണ്ട്. നമുക്ക് വേണ്ടത് 9 ഇഞ്ചാണ് വേണ്ടത്. നമുക്ക് ഇതിനകത്ത് കിട്ടിയേക്കണത് 8.5 ഇഞ്ചേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് ബോഡിയിൽ നിന്ന് എടുത്ത അളവിന്റെ ആണ് 34. അതിന്റെ 4 ഭാഗം എന്ന് പറയുന്നത് തന്നെ 8.5 ആണ്. അപ്പൊ അത് പ്രകാരം ഓക്കെയാണ്. പക്ഷെ നമ്മൾക്ക് എക്സ്ട്രാ ബോഡിയുമേ ലൂസ് കിട്ടാലാണ് ദേഹത്തു നിന്ന് എടുത്ത് തയ്ക്കുന്ന ഡ്രസ്സിൽ ആ ഒരു ഡ്രസ്സ് ഭാഗമാവുള്ളൂ. അപ്പൊ നമ്മൾ 1/2 ഇഞ്ചും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 9 ഇഞ്ചാണ് ഇവിടെ വരേണ്ടത്. ഈ 9 ഇഞ്ച് ഈ ഒരു മെഷർമെന്റിൽ ബാക്കിൽ വന്നിട്ടില്ല. ഇതിനകത്ത് 8.5 വന്നിട്ടുള്ളൂ. അപ്പൊ 1/2 ഇഞ്ച് ബാക്ക് പാർട്ടിൽ കുറവുണ്ട്. ആ 1/2 ഇഞ്ച് നമ്മൾ ഫ്രണ്ട് പാർട്ടിൽ ബസ് ലൈൻ വരയ്ക്കുന്നതിൽ നമ്മൾ ആഡ് ചെയ്യും. നമുക്ക് ഫ്രണ്ടിൽ കിട്ടിയിരിക്കുന്നത് 9 ഇഞ്ചാണ്. ശരിക്കും ടോട്ടൽ 34 ഡിവൈഡഡ് ബൈ 4 വരുമ്പോൾ 8.5 വരുന്നത്. ബോഡി ലൂസ് വരുമ്പോൾ 1/2. അങ്ങനെ 9 ഇഞ്ചാണ് ഫ്രണ്ടിലും വരേണ്ടത്, ബാക്കിലും 9 ഇഞ്ച് വരേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് 8.5 വന്നിട്ടുള്ളൂ. ബാക്കിൽ എടുക്കാത്ത 1/2 ഇഞ്ച് നമ്മൾ ഫ്രണ്ടിലോട്ട് ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഈ ഒരു സൈഡ് ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്കിപ്പോൾ വേണ്ടത് ഫ്രണ്ടിൽ വേണ്ടത് 9 ഇഞ്ചാണ് വേണ്ടത്. ബാക്കിലത്തെ 1/2 ഇഞ്ചിന്റെ കുറവുണ്ടല്ലോ, ആ 1/2 ഇഞ്ചിന്റെ കുറവുള്ളത് ഇപ്പുറത്തേക്ക് നീക്കിയിട്ടു. 1/2 ഇഞ്ച് കേട്ടോ, ബാക്കിലത്തെ കുറവുള്ള 1/2 ഇഞ്ചാണ് ഇങ്ങനെ നീക്കുന്നത്. നമുക്ക് ഫ്രണ്ടിലേക്ക് വേണ്ടത് 9 ഇഞ്ച് ബോഡി ലൂസ് അടക്കം.
പ്ലസ് നമ്മൾ ബാക്കിലത്തെ കുറവുള്ളത് നമ്മൾ 1/2 ഇഞ്ച് ഇപ്പുറത്തേക്ക് ഇട്ടു. പിന്നെ നമുക്ക് ഇവിടെ ഒരു 1/4 ഇഞ്ച് ഹുക്കും ഹോളും പിടിപ്പിക്കാനായിട്ട് 1/4 ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് പോകുമല്ലോ, അപ്പോൾ ആ ഒരു 1/4 ഇഞ്ച്. അപ്പോൾ അത്രയും പോയിന്റ് വരുമ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റിലാണ് നമുക്ക് അളവ് വന്നിട്ടുള്ളത്. ഈ ഒരു പോയിന്റിനെ ടച്ച് ചെയ്തുകൊണ്ട് ഇവിടെ നിന്ന് താഴത്തോട്ട് ഒരു ലൈൻ വരയ്ക്കും. ഓക്കെ, താഴത്തോട്ടേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈൻ വരച്ചു, ഇങ്ങനെ ഒന്ന് വരച്ചു. ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങനെ വരച്ചു. ഈ ഒരു പോയിന്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു പോയിന്റിനെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും 1/4 ഇഞ്ച് വീതം നമ്മൾ സൈഡിലോട്ടുള്ള ടക്കായിട്ട് എടുക്കണം. കണ്ടോ, 1/4 ഇഞ്ച് അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ഇട്ടിട്ട് നമ്മൾ ഇതിലേക്ക് തന്നെ ഒരു ടക്കായിട്ട് എടുത്തു. ഈ ഒരു ബെസ്റ്റ് പോയിന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 1 ഇഞ്ച് 1.25 ഇഞ്ച് അകലം കൊടുത്ത ശേഷമാണ് നമ്മൾ ഈ ഒരു പോയിന്റ് ഇട്ട ശേഷമാണ് ഇവിടെ നിന്ന് 1/4 ഇഞ്ചിൽ അപ്പുറം ഇട്ടിട്ട് നമ്മളൊരു ടക്ക് എടുത്ത് സൈഡിലോട്ടുള്ള ടക്ക് എടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു കൈക്കുഴിയുടെ ഭാഗത്തോട്ട് നമുക്ക് ഒരു ടക്ക് കൊടുക്കാനുണ്ട്. അത് ഈ ഒരു ബെസ്റ്റ് പോയിന്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വേണം നമുക്കത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ഒരു ലൈനിലേക്ക് ഇവിടെ നിന്ന് കുറച്ച് ഒരു 2 ഇഞ്ചോളം നീക്കിയിട്ടാണ് നമുക്കൊരു ടക്ക് കൊടുക്കേണ്ടത്. 1.25-2 ഇഞ്ചൊക്കെ നീക്കിയാൽ മതി കേട്ടോ. നമ്മളിത് 1.25 ഇഞ്ച് നീക്കിയിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതിലോട്ട് ഒരു ലൈൻ കൊടുത്തിട്ടുണ്ട്, ഒരു വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നമുക്ക് 1/4 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് തയ്യൽ തുമ്പ് എടുക്കേണ്ടതുണ്ട്. കേട്ടോ, 1/4 ഇഞ്ച് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഇങ്ങോട്ടേക്ക് വെച്ചു. എന്നിട്ട് ഇതിലേക്ക് ഈ ഒരു ടക്ക് പിടിക്കാനുള്ള സംഭവം വരച്ചു കൊടുക്കാം. ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് ടക്ക് എടുത്തിട്ടുണ്ട്. ഈ ഒരു ഇതിലേക്ക് ഒരു 2 ഇഞ്ചോളം മതി കേട്ടോ. 1.25-2 ഇഞ്ച് 2.25 ഇഞ്ച് വരെയൊക്കെ മതി ഇതിനകത്ത് ഒരു ടക്ക് പിടിക്കാനായിട്ട്. ഓക്കെ, ഇനി അങ്ങനെയാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടക്കിന്റെ അപ്പുറം എടുക്കാനുള്ള അകലം അതെങ്ങനെയാന്ന് നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലൈനിൽ നിന്ന് നമുക്ക്, അതായത് ഇത് ബെസ്റ്റ് ലൈനാണ്, അതിൽ നിന്ന് ബെസ്റ്റ് റൗണ്ടിൽ നിന്ന് അതുപോലെ വേസ്റ്റ് റൗണ്ട് കുറച്ചാൽ മതി. ബെസ്റ്റ് റൗണ്ടിന്റെ പോയിന്റ് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇവിടം വരെയുള്ളിൽ എത്രയാണ് കിട്ടിയിരിക്കുന്നത്? അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് നമുക്ക് 9.5 കിട്ടിയിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ 1/4 ഇഞ്ചിന് തയ്യൽത്തും കൂടിയിട്ടില്ല 9.5 നമുക്ക് ഈ ഒരു പോയിന്റ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് വേസ്റ്റ് ലൈൻ എത്രയാണ് വരേണ്ടത്? വേസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് 28 അതിന്റെ നല്ലൊരു ഭാഗം എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. ബോഡി ലൂസ് വരുമ്പോൾ 7.5 വരുന്നത്. അപ്പൊ 7.5. അപ്പൊ 7.5 എന്നത് ഈ 9.5 അത് രണ്ടിൽ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് ഇവിടെ എടുക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ 9.5 വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു സൈഡിലത്തെ പടി പിടിപ്പിക്കുന്നത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. 9.5. ഈ 9.5 നമുക്ക് വേസ്റ്റ് ലൈനിൽ വരുന്ന നല്ലൊരു ഭാഗം എന്ന് പറയുന്നത് 7.5. അപ്പൊ 7.5. ഈ 9.5 7.5 കുറച്ച് കഴിഞ്ഞ് 2 സൈഡിലോട്ടും കൂടിയിട്ട് അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര വരും? 9.5 7.5 കുറച്ച് വരുമ്പോൾ നമുക്ക് 2 ഇഞ്ച് നമുക്ക് അതിനകത്ത് പടി പിടിപ്പിക്കാനായിട്ട് വരും. അപ്പൊ 2 ഇഞ്ചാണ് നമ്മൾ അപ്പുറം ഇപ്പുറം കൊടുക്കേണ്ടുന്നത്. അതായത് ഈ ടക്കിന്റെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടുള്ള വൈഡ് കൊടുക്കേണ്ടത് ഓരോ ഇഞ്ച് വീതമാണ് എടുക്കേണ്ടത്. ടോട്ടൽ 2 ഇഞ്ചാണുള്ളത്. ഈ ഒരു ലൈൻ വന്നപ്പോൾ നമുക്ക് 9.5 കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ വേസ്റ്റ് ലൈനിന്റെ നല്ലൊരു ഭാഗം 7.5 28 7 4 28 പ്ലസ് 1/2 ഇഞ്ച് ബോഡി ലൂസ്. അപ്പൊ അങ്ങനെ 7.5 നമുക്ക് കിട്ടേണ്ടതെന്ന് അളവ്. അപ്പൊ ഈ 9.5 7.5 കുറച്ചു. 9.5 മൈനസ് 7.5 അത് കുറച്ചപ്പോൾ നമുക്ക് കിട്ടിയത് 2 ഇഞ്ചാണ്. ഈ 2 ഇഞ്ചിനെ ഡിവൈഡ് ബൈ 2. അപ്പോൾ 1 ഇഞ്ച് വീതം 2 സൈഡിലോട്ടും കൊടുക്കണം. ഇങ്ങനെ 2 സൈഡിലോട്ടും ഓരോ ഇഞ്ച് വീതം നമ്മൾ കൊടുക്കണം കേട്ടോ. 2 സൈഡിലോട്ടും 1 ഇഞ്ച് വീതം നമ്മൾ കൊടുത്തു. അപ്പൊ എന്നിട്ട് ഇങ്ങനെ ബോക്സ് വരച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് നമ്മുടെ ടക്ക് നമുക്ക് വേണ്ടത് ടോട്ടൽ നമ്മൾ 12 എടുത്തിട്ടുണ്ടായിരുന്നു. 12 9.5 ബെസ്റ്റ് ലൈനിന്റെ പോയിന്റ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് ബാക്കി 2.5 വേണ്ട. 2.5 വരുമ്പോൾ നമുക്ക് ഈ ഒരു ടക്ക് പിടുത്തത്തിന് ഒരു 1/4 ഇഞ്ച് വരും. അപ്പൊ 2.25 വേണ്ടത് നമുക്ക്. അപ്പൊ ആ 2.25 ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. നമ്മളത് എടുത്തത് കറക്റ്റ് തന്നെയാണെന്ന് ചെക്ക് ചെയ്യണം. കട്ട് ചെയ്യണേക്കാളും നോക്കുമ്പോൾ നമുക്ക് 2.25 വരില്ല. ഈ സൈഡിലോട്ടാണ് നമുക്ക് ഇതിലൂടെയാണ് നമുക്ക് തയ്ച്ചു പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ലൈനിന്റെ അളവാണ് എടുക്കേണ്ടത്. അപ്പൊ അത് എടുത്തപ്പോൾ നമുക്ക് 2.25 കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലോട്ട് നമുക്ക് ഈ ഒരു ഷേപ്പ് വരയ്ക്കാനുള്ളത്, ഈ ഒരു സൈഡിലോട്ട് ഷേപ്പ് വരയ്ക്കാനാണ് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിന്റെ പകുതി കാൽക്കുലേറ്റ് ചെയ്യാം. ഇതിന്റെ രണ്ടിന്റെ ഈ ഒരു ലൈൻ വരച്ചതിന്റെ ഈ ഒരു ലൈൻ വരച്ചതിന്റെ സെന്റർ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചു. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് താഴത്തോട്ട്
നമുക്ക് ഇങ്ങനെ ഇത് സെന്റർ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 1/4 ഇഞ്ചും കൂടിയും അളവ് കുറച്ച് കൂട്ടിയിടണം. കറക്റ്റ് സെന്റർ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്ക് അതിന്റെ തയ്ച്ചു പോകാനുള്ള ഒരു 1/4 ഇഞ്ച് നമുക്ക് ഇതിൽ നിന്ന് തന്നെ എടുക്കണം. അപ്പോൾ ഇതാണ്, ഈ ഭാഗത്താണ് നമുക്കൊരു അളവ് വരുന്നത്. 1/4 ഇഞ്ച് നമുക്ക് തയ്ക്കാനുള്ള അളവ് താഴത്തേക്ക് ഇറക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, ഇതിങ്ങോട്ട് കണക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു പോയിന്റ് ഇതുപോലെ തന്നെ ഇവിടെ നിന്ന് ഈ ഒരു ലൈൻ വരയിലേക്ക് ഇതേപോലെ തന്നെ കറക്റ്റ് പകുതി കാൽക്കുലേറ്റ് ചെയ്യാം. ഇങ്ങനെ പകുതി വരച്ചു. അതിനുശേഷം 1/4 ഇഞ്ച് താഴത്തോട്ട് ഇറക്കിയിടാം. 1/4 ഇഞ്ച് താഴത്തോട്ട് ഇറക്കിയിടാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് തയ്യൽ തുമ്പാണ് താഴത്തേക്ക് ഇറക്കിയിട്ട് തയ്ച്ചു പോകാനുള്ള ഒരു അളവാണ്. ഇതിലേക്ക് കണക്ട് ചെയ്ത് വരച്ചു. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഭാഗം ഇങ്ങനെ കണക്ട് ചെയ്തത്. അപ്പൊ ഈ ടക്ക് പിടിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈനിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ചെയ്തത്. ഈ ഒരു ലൈനും തമ്മിലുള്ള അളവിൽ നിന്ന് കുറച്ചിട്ടാണ് നമ്മൾ ഇതിന്റെ ടക്ക് എടുക്കേണ്ടുന്ന അകലം നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാൻഡ് തയ്ക്കുന്നത് ബാൻഡിന്റെ അളവ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ തരാം നമുക്ക്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു സംഭവത്തിൽ. നമുക്ക് ഈ ടക്സ് ഒക്കെ എടുക്കാനൊക്കെ ആയിട്ടും വളരെ സിമ്പിളാണ്. നമുക്ക് ഈ ഒരു പോയിന്റ്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനും എല്ലാം വളരെ എളുപ്പമാണ്. അപ്പൊ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.